ഞാൻ നിങ്ങളെ ഗാന്ധിജിയൊന്നുമല്ല. പൊതുസമൂഹത്തോട് പരസ്യമായി പുച്ഛഭാവത്തോടെ അതെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്ന ക്രൂരനായ പോത്തുണ്ടി ചെന്താമരയുടെ ക്രൂരകഥ. പാലക്കാട് പോത്തുണ്ടി ബോയൻ കോളനിയിലെ അയൽവാസിയായിരുന്നു ഈ 61 വയസ്സുകാരനായ ചെന്താമര. ഇയാളുടെ കുടുംബജീവിതം തകരാൻ കാരണം അയൽവാസിയായ സുധാകരന്റെ കുടുംബമാണെന്ന് ഇയാൾ വിശ്വസിച്ചു. ഈ ചെന്താമരക്ക് ഇതിന്റെ പകയില് 2019 ഓഗസ്റ്റില് ഈ അയൽവാസിയായ സുധാകരന്റെ വീട്ടിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തി. ഈ കേസിൽ റിമാൻഡിലായ ഇയാൾക്ക് പിന്നീട് ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. ഇയാൾ ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയിട്ട്, അതായത് ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ച് ഇയാൾ ആ പ്രദേശത്തേക്ക് വീണ്ടും പോയിട്ട് സാക്ഷികളെയും ഈ കേസിലെ സാക്ഷികളെയും സുധാകരന്റെ കുടുംബത്തെയും ഇദ്ദേഹം നിരന്തരം ഭീഷണിപ്പെടുത്തുകയായി. പക തീരാനാവാത്ത ചെന്താമര ജാമ്യത്തിലിറങ്ങി വീണ്ടും വാളുമായി 2025 ജനുവരി 27-ന് വാളുമായി വന്ന് അയൽവാസിയായ സുധാകരനെയും, അതായത് 2019 ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും വീണ്ടും അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടിക്കാട്ടിലേക്ക് ഓടിപ്പോയ ചെന്താമരയെ 2 ദിവസത്തിനുള്ളിൽ പോലീസ് പിടികൂടി. നമുക്കും ഇരയായ കുടുംബത്തിലെ അനാഥരായ പെൺമക്കൾക്കും ഒരേ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: വധശിക്ഷ. അതെ, കോടതി ചെന്താമരയെ കുറ്റക്കാരനായി കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. വിധി കേൾക്കുമ്പോഴും യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഞാൻ ക്ഷമിക്കാൻ ഗാന്ധിജിയൊന്നുമല്ല, എന്നെ തൂക്കിലേറ്റിക്കോളൂ എന്നായിരുന്നു പ്രതിയുടെ നിലപാട്.